ന്യൂട്രീഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഫണ്ടമെന്റൽസ് 1-ന്റെ 2 ചാപ്റ്റേഴ്സും ഫണ്ടമെന്റൽസ് 2-ന്റെ ഫസ്റ്റ് യൂണിറ്റും അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്രീഷനാണ്. ഇനി ന്യൂട്രീഷൻ്റെ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ബയോകെമിസ്ട്രിയുടെ ഫസ്റ്റ് യൂണിറ്റിലോട്ട് പോകുന്നത്. ഓക്കെ, കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ന്യൂട്രീഷൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൊരു ചാപ്റ്ററാണ്, അതായത് ഫസ്റ്റ് യൂണിറ്റ്. ഇതാണ് നിങ്ങളുടെ സിലബസ്, ഇൻട്രൊഡക്ഷൻ ടു ന്യൂട്രീഷൻ. ഇതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡെഫിനിഷൻ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്. ഓൾറെഡി നമ്മുടെ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ന്യൂട്രീഷൻ്റെ ഡെഫിനിഷനാണ്. ഇനി ഇവിടെ പഠിക്കാനൊരു മാൾ ന്യൂട്രീഷൻ, അതായത് 5 മാർക്കിന് റെയറാണ്, വളരെ റെയറാണ്, പക്ഷെ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന് കണക്കാക്കി നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ 2 മാർക്കിന് വരാം. ഓക്കെ, ന്യൂട്രീഷൻ എന്താണ്, അതിൻ്റെ അബ്നോർമാലിറ്റീസ് ആയിട്ടുള്ള മാൾ ന്യൂട്രീഷൻ എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 2 പോയിന്റ് ഇവിടെ വരുന്നത്. റോൾ ഓഫ് ന്യൂട്രീഷൻ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത് 5 മാർക്കിന് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ 5 മാർക്കിന് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ന്യൂട്രിയൻസ് എന്താണ്, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തുള്ള എന്തൊക്കെ ന്യൂട്രിയൻസ് ആണുള്ളത്, ആ ന്യൂട്രിയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്. ആ ന്യൂട്രിയൻസ് തന്നെ 2 മെയിനായിട്ട് മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ് തരംതിരിച്ചിട്ടുണ്ട്. 5 മാർക്കിന് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷനാണ്. അതിൽ തന്നെ ഇനോർഗാനിക്കും ഓർഗാനിക്കും എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ഫുഡ് ന്യൂട്രിയൻസ് അനുസരിച്ചിട്ട് ഫുഡിനെ പല എനർജി yielding ഫുഡ്, നോൺ എനർജി yielding ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, അങ്ങനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്ത് അതിനെ ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നു. മാക്രോ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ ഫുഡിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫുഡ് ഗ്രൂപ്പ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒറിജിൻ അങ്ങനെ ഹിസ്റ്ററി ഒന്നും അധികം ക്വസ്റ്റ്യൻ വരാറില്ല, അത് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള പോർഷൻസ് അത്രയുമാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നമുക്കിത് പഠിക്കണം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ നമ്മളിത് പഠിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, ദിവ്യ ചൗധരിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠിച്ച് കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും, അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുക, എങ്ങനെ എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. മെയിൻലി ഞാൻ പറയുന്നത് ന്യൂട്രീഷൻ്റെ കണ്ടൻസ് ഫുള്ള് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ കിട്ടും. അതിൽ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ക്ലാസ് കാണുക, അതിൻ്റെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം ഷോർട്ട് നോട്ട്സും കൂടെ ഞാൻ തരുന്ന നോട്ട്സും കൂടെ ഒന്ന് വായിക്കുമ്പോൾ ക്ലിയർ ആവും, തറാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ന്യൂട്രീഷൻ ചാപ്റ്റർ 1 ദിവ്യ ചൗധരിയുടെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ആദ്യം പോലെ ഒന്ന് ജസ്റ്റ് വായിക്കാൻ, ഞാൻ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ് പറയുന്നു അത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ലൈഫ് കൻ നോട്ട് ബി സസ്റ്റൈൻഡ് വിത്തൗട്ട് എഡിക്വേറ്റ് നറിഷ്മെൻറ്റ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻ വേണം, ആഹാരം വേണം. ആഹാരം കഴിച്ചാൽ മാത്രമേ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റുകയുള്ളൂ. ഹ്യൂമൻ നീഡ് എഡ്യൂക്കേറ്റ് ഫുഡ് ഫോർ ഗ്രോത്ത്. വളർച്ചയ്ക്ക്, നമ്മുടെ ശരീരം വളരുന്നതിനും, അതുപോലെ തന്നെ റെസിസ്റ്റൻസ്, ഗ്രേറ്റർ റെസിസ്റ്റൻസ്, പല ഇൻഫെക്ഷൻസിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രതിരോധ ശക്തി നമുക്ക് കിട്ടണമെങ്കിലും, നമുക്ക് ആക്റ്റീവായിട്ടും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ന്യൂട്രീഷൻ വേണം, ഫുഡ് വേണം. ഫുഡിലൂടെ നമുക്ക് ന്യൂട്രീഷൻ കിട്ടുന്നു. നാച്ചർ ഹാസ് പ്രൊവൈഡഡ് എ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഫോർ ഹ്യൂമൻസ് ടു കൺസ്യൂം ആൻഡ് ടു ബി ഹെൽത്തി. നമുക്ക് പ്രകൃതിയിൽ തന്നെ ഒരുപാട് ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, ഈശ്വരൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്താ പറയുക, സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ, ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഇനി നമ്മളിപ്പോൾ ഇവിടെ സിലബസിൽ ഇതുവരെയുള്ള പോർഷൻസ് ആയി. ഇനി അടുത്ത 2ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ആണ്. ന്യൂട്രിയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, മാക്രോ ന്യൂട്രിയൻസ്, ഓർഗാനിക്, ഇനോർഗാനിക് ന്യൂട്രിയൻസ്, പിന്നെ എനർജി yielding, നോൺ എനർജി yielding ന്യൂട്രിയൻസ്, അതായത് ന്യൂട്രിയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ്ലി പറയുന്നു. അത് കഴിഞ്ഞ് ഫുഡിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫുഡ് ഗ്രൂപ്പ്സും, ഇത്രയും കാര്യങ്ങളാണ് ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇതുവരെ പറഞ്ഞ ഈ ഫസ്റ്റ് പാർട്ട് പോർഷൻസ് വളരെ ഇമ്പോർട്ടൻറ്റ്. 2 5 മാർക്കിൻ്റെ എസ്സേ, പിന്നെ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പിന്നെ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ, ന്യൂട്രീഷൻ്റെ ഡെഫിനിഷൻ. ഇത്രയും കാര്യങ്ങൾ
കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ക്ലാസ് കാണുക, നോട്ട്സ് വായിക്കുക, അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ഐഡിയ ഒന്ന് വരുത്തി വെക്കുക. എങ്ങനെയാണ് എഴുതേണ്ടത്, ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്. ഇനി MCQs ഞാനത് ഷെയർ ചെയ്ത് തരും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച്. കാരണം നിങ്ങൾ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നവരല്ല, നിങ്ങൾക്ക് ഇപ്പോൾ MCQൻ്റെ ആവശ്യമില്ല. ആ MCQs ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന്. ഇനി അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്വസ്റ്റ്യൻ ലിസ്റ്റാക്കി ഞാനത് പ്രത്യേകിച്ച് ഞാൻ തരുന്നതായിരിക്കും.